എല്ലാ പ്രേക്ഷകർക്കും ആർഗസ് എക്സ്പ്ലെയിൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ അങ്ങനെ ഇൻട്രോ ഇട്ട് വെറുപ്പിക്കാറുള്ളതല്ല. പക്ഷേ ഈ ഇൻട്രോ നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഈ അവസാന എപ്പിസോഡോടുകൂടി കൈജു നമ്പർ 8ൻ്റെ ആദ്യ സീസണിൻ്റെ എക്സ്പ്ലനേഷൻ അവസാനിക്കുകയാണ്. ഇത്രയും ദിവസം ഞങ്ങളോടൊപ്പം നിന്ന് കൈജു നമ്പർ 8നെ വൻ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ അകമഴിഞ്ഞ് നന്ദി അറിയിക്കുന്നു. നേരത്തെ നിങ്ങൾക്ക് വാക്ക് തന്നതുപോലെ തന്നെ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിനി പുതിയ ഏതെങ്കിലും ആനിമയുടെ എക്സ്പ്ലനേഷൻ കാണണമെങ്കിൽ ആ ആനിമയുടെ പേര് കൂടി കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കൂ. ഇതേപോലെയുള്ള കൂടുതൽ ക്വാളിറ്റി എക്സ്പ്ലനേഷൻസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഇനി അധികം ഇൻട്രോ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടാച്ചിക്കാവ ബേസിലെ ജിം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. നമ്മുടെ ഇച്ചിക്കാവയും ഈഹറുവും അവിടെ ഇരിപ്പുണ്ട്. ഇച്ചിക്കാവ മരിച്ചു കിടന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈഹറുവിന് കാഫ്കയുടെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. നീ എങ്ങനെയാടാ ഈ സമയത്ത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നേ? നിനക്ക് കാഫ്കയെ ഓർത്ത് ഒരു ടെൻഷനും ഇല്ലേ എന്ന് ഈഹറു ഇച്ചിക്കാവയോട് ചോദിച്ചു. പക്ഷേ അപ്പോഴും ഇച്ചിക്കാവ വർക്കൗട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കാരണം കാഫ്ക തിരിച്ചു വരുമെന്ന് അവൻ നല്ല വിശ്വാസമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രധാന പ്രശ്നം അടുത്ത കൈജു അറ്റാക്കിനെ തടയുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും സ്ട്രോങ് ആയേ പറ്റുമെന്ന് ഇച്ചിക്കാവ അവനെ ഓർമ്മിപ്പിച്ചു. അത് കേട്ട ഈഹറുവിനും വാശിയായി. ഞാൻ നിന്നേക്കാൾ സ്ട്രോങ് ആയി കാണിച്ചു തരാമട എന്നും പറഞ്ഞ് അവനും മാരക വർക്കൗട്ട് തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്ലറ്റൂൺ ലീഡേഴ്സ് എല്ലാവരും അങ്ങോട്ടേക്ക് കയറി വന്നു. ക്യാപ്റ്റൻ ആഷിറോയെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണെന്നും ഇനി അധികം വൈകാതെ നമുക്ക് കാഫ്കയുടെ വിധി അറിയാൻ പറ്റുമെന്നും അവർ പറഞ്ഞു. കാഫ്കയെ പറ്റി നല്ല റിപ്പോർട്ടാണ് ആഷിറോ നേരത്തെ അവർക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ കാഫ്ക തിരിച്ചു വരുമെന്ന് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുമുണ്ട്. അന്ന് വൈകുന്നേരം നമ്മുടെ ഹാരുവീച്ചി ടെറസിലിരുന്നു കൊണ്ട് ഫോണിൽ തോണ്ടുമായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ അവൻ കണ്ടു. അച്ഛൻ ഈസുമി ടെക്കിൻ്റെ ഓണർ ആയതുകൊണ്ട് ഡിഫൻസ് ഫോഴ്സിൽ പുള്ളിക്ക് നല്ല പിടിപാടുണ്ട്. കാഫ്കയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളിയെ വിളിക്കണോ വേണ്ടയോ എന്നോർത്ത് അവൻ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാണ്. പക്ഷേ അച്ഛനുമായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പോൾ പെട്ടെന്ന് ആവോയി അങ്ങോട്ടേക്ക് കയറി വന്നു. അവൻ ഫോണിലൂടെ ആരോടോ കാഫ്കയെ പറ്റി സംസാരിക്കുകയായിരുന്നു. കാഫ്കയെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൻ ഫോണിലൂടെ പറയുന്നത് ഹാരുവീച്ചി കേട്ടു. ആവോയി, നീ ഇതാരോടാ ഫോണിലൂടെ സംസാരിക്കുന്നേ? ഞാനെൻ്റെ JSDFിലെ പഴയ കമാൻഡറിനെ വിളിക്കുകയായിരുന്നു. കാഫ്ക ഇപ്പോഴും നിരപരാധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവനെ തിരികെ കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ട്രൈ ചെയ്യും. ആവോയി പറഞ്ഞതൊക്കെ കേട്ട ഹാരുവീച്ചി ഒന്ന് ഞെട്ടി. റൂൾസ് ഫോളോ ചെയ്ത് മാത്രം ശീലമുള്ള ആവോയി പോലും കാഫ്കയ്ക്ക് വേണ്ടി മറ്റൊരാളോട് സഹായം ചോദിക്കുകയാണ്. എൻ്റെ അച്ഛൻ വിചാരിച്ചാൽ കാഫ്ക രക്ഷപ്പെടുമെങ്കിൽ ആ ചാൻസ് മിസ്സാക്കാൻ പറ്റില്ല. വരുന്നത് വരട്ടെ എന്ന് കരുതി ഹാരുവീച്ചി അവൻ്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. ഈ സമയം ഹെഡ് ക്വാർട്ടേഴ്സിൽ കൈജു നമ്പർ 8 മിസ്റ്റർ ഷിനോമിയയും കൂടെയുള്ള ഫൈറ്റ് നടക്കുകയാണ്. കാഫ്കയുടെ കോൺഷ്യസ്നെസ് കൈജുവിൻ്റെ ഉള്ളിൽ ട്രാപ്പായതോടെ കൈജു ശരിക്കും ഒരു കാട്ടുമൃഗത്തിനെ പോലെ ഷിനോമിയയുടെ നേരെ ഓടി വന്നിട്ട് അങ്ങേരെ ഇടിക്കാൻ നോക്കി. പക്ഷേ ഷിനോമിയ വളരെ കൂളായിട്ട് ഒഴിഞ്ഞു മാറി. പെട്ടെന്ന് കൈജു വെട്ടിത്തിരിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം 2 കഷ്ണമാക്കി. അവൻ അപ്പർ ബോഡി കൊണ്ട് ചാടി വന്ന് ഷിനോമിയയെ ഇടിച്ചു. പക്ഷേ ഷിനോമിയ അത് ബ്ലോക്ക് ചെയ്തു. അപ്പോഴേക്കും കൈജുവിൻ്റെ ബോഡി പഴയതുപോലെ ഹീലായി. അവൻ്റെ ഹീലിംഗ് പവർ ഒരുപാട് കൂടിയതായും ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അപകടമാണെന്നും ഷിനോമിയയ്ക്ക് മനസ്സിലായി. ഇതൊക്കെ ചെയ്യുമ്പോൾ കൈജു വേദന അറിയുന്നേ ഇല്ലെങ്കിലും കൈജുവിൻ്റെ ഉള്ളിലെ കാഫ്കയ്ക്ക് നല്ലോണം നോവുന്നുണ്ട്. ദയവ് ചെയ്ത് ഇതൊന്നും നിർത്തൂ എന്ന് കാഫ്ക കൈജുവിനോട് അപേക്ഷിച്ചു. പക്ഷേ കൈജു അത് മൈൻഡ് ചെയ്യാതെ ഷിനോമിയെ നിലത്തിട്ട് ചറ പറ ഇടിക്കുകയായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയോ ചാടി മാറി അങ്ങേര് തൻ്റെ സെക്കൻഡ് കോമ്പാറ്റ് ടെക്നിക്കായ ഫോഴ്സ് ബ്ലാസ്റ്റ് കൊണ്ട് ആ കൈജുവിനെ ഇടിച്ച് പറപ്പിച്ചു. അതോടെ കൈജുവിൻ്റെ അനക്കമില്ലാതായി. അപ്പോഴാണ് അയാളൊരു കാര്യം ശ്രദ്ധിച്ചത്. കൈജുവിൻ്റെ നെഞ്ചിലെ കോർ ഇപ്പോൾ അവിടെ ഇല്ല. അങ്ങനെ നമ്മുടെ ഷിനോമിയ ആകെ അന്തം വിട്ട് നിന്നപ്പോൾ കൈജുവിൻ്റെ കോർ ഷിനോമിയുടെ തൊട്ടു പിന്നിൽ വന്നു. ആ കോറിൽ നിന്നും കൈജുവിൻ്റെ ശരീരം മുഴുവൻ റീജനറേറ്റ് ആവാൻ തുടങ്ങി. ഇത് കൈജു നമ്പർ 8ൻ്റെ ഒരു ഡീകോയ് ടെക്നിക്കാണെന്ന് ഷിനോമിയയ്ക്ക് മനസ്സിലായപ്പോഴേക്കും കൈജു അങ്ങേരെ ഇടിക്കാൻ വന്നു. പക്ഷേ ആ ഇടി ഷിനോമിയെ ബ്ലോക്ക് ചെയ്തു. ഇടിയുടെ ഷോക്ക് വേവ് കൊണ്ട് ആ ബേസ് മൊത്തം കുലുങ്ങി. ഉടനെ ഷിനോമിയ കൈജു നമ്പർ 2ൻ്റെ പവർ എടുത്തുകൊണ്ട് കൈജു നമ്പർ 8നെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. അങ്ങനെ ആ ഫൈറ്റ് ശരിക്കും 2 കൈജൂസ് തമ്മിലുള്ള ഫൈറ്റ് പോലെയായി. ഇത് കണ്ട കീക്കറു ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത്രയും പവർഫുള്ളായിട്ടുള്ള കൈജുവിനെ കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അച്ഛൻ്റെ പവറിൽ അവൾക്ക് അത്ഭുതം തോന്നി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ഇറ്റാമി അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. കൈജു നമ്പർ 8നെ കൊല്ലാനാണ് ഷിനോമിയ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ കൈജു നമ്പർ 8 ഇത്ര വയലൻ്റ് ആകുന്നതിന് മുൻപേ തന്നെ അതിനെ അയാൾക്ക് ഈസി ആയിട്ട് കൊല്ലാമായിരുന്നു. പക്ഷേ അയാളിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് കാഫ്കയ്ക്ക് കൈജുവിൻ്റെ മേലിലുള്ള കൺട്രോളിൻ്റെ ലിമിറ്റ് അളക്കുന്നത് പോലെയാണ്. ഇറ്റാമി പറഞ്ഞതൊക്കെ കേട്ട കീക്കറുവിനും അത് സത്യമാണെന്ന് തോന്നി. ഷിനോമിയ കാഫ്കയെ കൊല്ലാൻ നോക്കുവാണോ അതോ സഹായിക്കാൻ നോക്കുവാണോ എന്ന് കീക്കറുവിന് മനസ്സിലായില്ല. അവൾ ശരിക്കും കൺഫ്യൂസ്ഡായി.
പെട്ടെന്ന് കൈജുവിൻ്റെ ഇടികൊണ്ട് ഷിനോമിയുടെ വയറിൻ്റെ ഒരു ഭാഗം തകർന്നു. അവിടെ നിന്ന് അങ്ങേരെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് നേരത്തെ ഉള്ളതിൻ്റെ 2 ഇരട്ടി വലിപ്പത്തിൽ ആകെ വയലൻ്റായിട്ട് നിൽക്കുന്ന കൈജു നമ്പർ 8-നെയാണ്. അതിൻ്റെ ഫോർട്ടിറ്റ്യൂഡ് ലെവൽ ഒരുപാട് കൂടിയെന്ന് മനസ്സിലാക്കിയ ഇറ്റാമിയും ടീമും ആകെ പേടിച്ചു. അപ്പോഴും കൈജുവിൻ്റെ ഉള്ളിൽ ട്രാപ്പായി കിടക്കുന്ന കാഫ്ക അതിനെ കൺട്രോൾ ചെയ്യാൻ പാടുപെടുകയാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ മിസ്റ്റർ ഷിനോമിയയ്ക്ക് പേടിയൊന്നും തോന്നിയില്ല. അങ്ങേരൊരിക്കൽ കൂടി കൈജു നമ്പർ 2-ൻ്റെ ഫുൾ പവർ എടുത്ത് കൈജു നമ്പർ 8-നെ അറ്റാക്ക് ചെയ്തു. പക്ഷേ ആ അറ്റാക്ക് കൈജു നമ്പർ 8-ൻ്റെ രോമത്തിൽ പോലും ഏറ്റില്ല. കൈജു നമ്പർ 8 ഷിനോമിയെ തിരിച്ച് അറ്റാക്ക് ചെയ്തതും അങ്ങേര് ദൂരേക്ക് തെറിച്ചുപോയി. പെട്ടെന്ന് കൈജു അയാളെ പിടിച്ചു. അയാളെ വിടടാ എന്ന് പറഞ്ഞ് കൈജുവിൻ്റെ ഉള്ളിൽ നിന്നും കാഫ്ക അലറി. പക്ഷേ കൈജു അയാളെ പിടിച്ച് ചുവരിലടിച്ചു. അതോടെ ഷിനോമിയെ ചോര തുപ്പി. എന്നിട്ടും നിർത്താതെ അത് അയാളെ പിടിച്ച് നിലത്തിട്ട് താറുമാറെ അടിച്ചു. ആ കാഴ്ച നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ കാഫ്കയ്ക്ക് പറ്റിയുള്ളൂ. അപ്പോൾ കാഫ്ക കീക്കറുവിനെ നോക്കി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ഇത് നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു. ഇല്ല, അവളുടെ മുന്നിൽ വെച്ച് അവളുടെ അച്ഛൻ എൻ്റെ കൈകൊണ്ട് മരിക്കാൻ പാടില്ല. അവൻ സർവ്വശക്തിയും എടുത്ത് അലറിക്കൊണ്ട് ആ ട്രാപ്പിൽ നിന്നും പുറത്തേക്ക് വരാൻ നോക്കി. അവൻ ഏതാണ്ട് പുറത്തെത്തിയപ്പോൾ പെട്ടെന്ന് അവൻ മുൻപ് വിഴുങ്ങിയ കൈജു അവിടേക്ക് വായും തുറന്നു വന്നു. അതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട കാഫ്ക ആകെ മരവിച്ചുപോയി. അപ്പോൾ ആ കൈജു അവനെ കടിച്ചു വിഴുങ്ങി. അതോടെ കൈജു നമ്പർ 8 കൂടുതൽ വയലൻ്റായി. അവൻ ഒറ്റയിടിക്ക് ഷിനോമിയെ തീർക്കാൻ വേണ്ടി കയ്യോങ്ങി. അതുകണ്ട് ഷിനോമിയ തൻ്റെ മരണം ഉറപ്പിച്ചു. ഈ സമയം കൈജുവിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മുടെ കാഫ്കയുടെ മനസ്സ് നിലയില്ലാത്ത ആഴങ്ങളിലേക്ക് മുങ്ങി താഴുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള കുറ്റബോധം കൊണ്ട് അവൻ തോൽവി സമ്മതിച്ചു. അങ്ങനെ മുങ്ങിത്താഴുന്ന അവൻ്റെ കയ്യിൽ പെട്ടെന്ന് ആരോ പിടിച്ചു. അത് ആഷിറോ ആണ്. കാഫ്ക, നീ വരുന്നതുവരെ ഞാൻ നിന്നെയും കാത്തിരിക്കും. അവളുടെ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് കാഫ്ക കണ്ണു തുറന്നു. ഈ സമയം കൈജു ഷിനോമിയെ പഞ്ച് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അവൻ കൈ വീശിയതും അവിടെ കട്ട ചോര തെറിച്ചു. അത് പക്ഷേ കൈജു നമ്പർ 8-ൻ്റെ ചോര തന്നെയായിരുന്നു. കാരണം അവസാന നിമിഷം ബോധം വീണ്ടു കിട്ടിയ കാഫ്ക ഷിനോമിയെ രക്ഷിക്കാൻ വേണ്ടി ആ കൈ സ്വന്തം നെഞ്ചിലെ കോറിലേക്കാണ് ഇടിച്ച് കയറ്റിയത്. ആകെ അമ്പരന്ന് പോയ ഷിനോമിയയോട് അവൻ പറഞ്ഞു, സാർ, ഞാൻ കൈജു നമ്പർ 8 അല്ല, എൻ്റെ പേര് കാഫ്ക ഹീബിനോ എന്നാണ്. ഇത്രയും പറഞ്ഞിട്ട് അവൻ നിലത്ത് വീണു. അവൻ്റെ കൈജു ഫോം മുഴുവൻ മാഞ്ഞുപോയി. പെട്ടെന്നൊരു സോൾജർ അവിടെ എത്തി കാഫ്കയുടെ കഴുത്തിലേക്ക് ഒരു ഭീമൻ വാൾ ചേർത്തു. അത് ചെയ്തത് ഡിഫൻസ് ഫോഴ്സ് ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റൻ ഗെൻ നാരൂമിയായിരുന്നു. ഒരു ബാക്കപ്പ് പോലും ഇല്ലാതെ മിസ്റ്റർ ഷിനോമിയ ഇത്ര വലിയ റിസ്ക് എടുത്തത് തെറ്റായി പോയി എന്ന് അവന് തോന്നി. നാരൂമി കാഫ്കയെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഷിനോമിയ അവനെ തടഞ്ഞു. കാഫ്കയെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഷിനോമിയ അവന് ഓർഡർ കൊടുത്തു. അധികം വൈകാതെ അവർ കാഫ്കയുടെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ആരംഭിച്ചു. കാഫ്ക ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ഈ സമയം ഡയറക്ടർ ഷിനോമിയുടെ ഓഫീസിൽ ഹയർ ഒഫീഷ്യൽസ് എല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തുകയായിരുന്നു. കൈജു നമ്പർ 8-ൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. ക്യാപ്റ്റൻ ആഷിറോയും അവിടെയുണ്ട്. മിസ് ആഷിറോ, നിങ്ങളുടെ സ്ക്വാഡ് മെമ്പർ എന്ന നിലയ്ക്ക് കാഫ്കയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് നിങ്ങളെ ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇത് വെറുമൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ചെറുപ്പം മുതലേ പരിചയമുള്ളതുകൊണ്ട് നീ കാഫ്കയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അവൻ്റെ വിധി ഓൾറെഡി എഴുതപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നീ പറയുന്നതൊന്നും ഈ കേസിൻ്റെ വിധിയെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് അവർ ആഷിറോയെ ഓർമ്മിപ്പിച്ചു. ഇതൊക്കെ കേട്ട ആഷിറോ അവരോട് പറഞ്ഞു, ശരിയാണ്, കാഫ്ക ഹീബിനോ എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അവന് പ്രത്യേക പരിഗണന കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ കാഫ്ക ഡിഫൻസ് ഫോഴ്സിൻ്റെ എക്സാം കഴിഞ്ഞ 12 വർഷമായി നിരത്തി തോൽക്കില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും അവൻ തോൽവി സമ്മതിച്ചില്ല. ഇപ്രാവശ്യവും അവൻ്റെ സ്കോർ മോശമായതുകൊണ്ട് ഞാൻ അവനെ ഫെയിലാക്കിയതാണ്. പക്ഷേ അവനെ ഫോഴ്സിൽ കയറ്റാൻ റെക്കമെൻഡ് ചെയ്തത് വൈസ് ക്യാപ്റ്റൻ ഹോഷിനെയായിരുന്നു. പിന്നീട് പലവട്ടം കാഫ്ക തൻ്റെ കൈജു നോളജ് കൊണ്ട് ടീമിനെ ഫൈറ്റിങ്ങിൽ സഹായിച്ചിട്ടുണ്ട്. കൈജു നമ്പർ 10 ആയിട്ടുള്ള ഫൈറ്റിൽ ഞങ്ങളുടെ മുഴുവൻ ടീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ തൻ്റെ കൈജു ഫോം റിവീൽ ചെയ്തത്. ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ പ്രകാരം ഇതിനു മുൻപും കാഫ്ക ഈ ടീമിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൈജു പവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവൻ തൻ്റെ പവർ മനുഷ്യർക്ക് ദോഷം വരുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഒരിക്കലും ഉപയോഗിക്കുകയുമില്ല. അവൻ്റെ നെഞ്ചിൽ നിങ്ങൾ കാണുന്നത് ഒരു കൈജുവിൻ്റെ കോറായിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഹൃദയമാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഹൃദയം. ആഷിറോ പറഞ്ഞു നിർത്തിയതും ആ ഹാൾ മുഴുവൻ ഒന്ന് സൈലൻ്റായി. പക്ഷേ അവളുടെ അഭിപ്രായം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു കൈജുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സ്ക്വാഡ് ക്യാപ്റ്റന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് അവരെല്ലാം അവളെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഡയറക്ടർ ഷിനോമിയ ഇടപെട്ടു. അയാൾ അവളോട് റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആഷിറോ പുറത്തേക്ക് പോയ ഉടനെ റൂമിലുള്ള എല്ലാവരും കൈജു 8-നെ കൊന്നിട്ട് അവൻ്റെ ശരീരം കൊണ്ട് വെപ്പൺ ഉണ്ടാക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഒടുവിൽ അവർ ഡയറക്ടർ ഷിനോമിയയുടെ തീരുമാനത്തിന് കാതോർത്തു. അപ്പോൾ ഷിനോമിയെ പെട്ടെന്ന് കാഫ്കയുടെ അവസാന വാക്കുകളെ പറ്റി ഓർത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, കൈജു നമ്പർ 8-നെ കൊല്ലുന്ന കാര്യം മറന്നേക്ക്. ഇനി മുതൽ അവൻ നമ്മുടെ ഫോഴ്സിലെ ഒരു ലിവിങ് വെപ്പണായിട്ട് ഫൈറ്റ് ചെയ്യും. ഇത് കേട്ട എല്ലാവരും ഞെട്ടി. സാർ എന്താണ് ഈ പറയുന്നേ?
ഒരു കൈജുവിനെ നമ്മുടെ ഫോഴ്സിൽ നിർത്തുന്നത് അപകടമല്ലേ? ഓരോരുത്തരായി തൻ്റെ തീരുമാനത്തിനെ ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ മിസ്റ്റർ ഷിനോമിയ കാര്യങ്ങൾ കുറേ കൂടി വിശദമായി പറഞ്ഞു കൊടുത്തു. ഞാൻ അവനെ എക്സാമിൻ ചെയ്തതിൽ നിന്നും കൈജു നമ്പർ 8 ഇപ്പോഴും കാഫ്കയുടെ കൺട്രോളിൽ തന്നെയാണെന്ന് വ്യക്തമാണ്. മാസങ്ങളോളം ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടും അവൻ ഫോഴ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ഇതിനെല്ലാം പുറമെ കൈജു നമ്പർ 8 ഭയങ്കര പവർഫുള്ളാണ്. അവനെ കൊന്നിട്ടൊരു വെപ്പൺ ഉണ്ടാക്കിയാൽ അതിന് ഒരിക്കലും ഇത്രയും പവർ കിട്ടില്ല. പവർഫുള്ളായിട്ടുള്ള ഡൈകൈജൂസ് തുടർച്ചയായി സിറ്റി ആക്രമിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കൈജു നമ്പർ 8 നമ്മുടെ കൂടെയുള്ളത് ഫോഴ്സിന് തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് കാഫ്ക ഹീബിനോ ജീവിച്ചിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഷിനോമിയെ ഇത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പലരും ഈ തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. പക്ഷേ ആ നാടിൻ്റെ സുരക്ഷയുടെ പരമാധികാരി ഡയറക്ടർ ഷിനോമിയെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ തീരുമാനവും അന്തിമമാണ്. അങ്ങനെ ഒടുവിൽ മറ്റുള്ള കൗൺസിൽ മെമ്പേഴ്സിന് മനസ്സോടെ ഷിനോമിയുടെ തീരുമാനം അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ കൈജു നമ്പർ 8ൻ്റെ വിധി അവിടെ മാറ്റി എഴുതപ്പെട്ടു. ഈ വിവരം അറിഞ്ഞപ്പോൾ ആഷിറോ ഹാപ്പിയായി. അവൾ ഉടനെ തന്നെ തൻ്റെ ടീമിലുള്ള എല്ലാവർക്കും ഈ കാര്യം മെസ്സേജ് ചെയ്തു. ഈ മെസ്സേജ് കണ്ട കീക്കറുവിന് ആദ്യം ഭയങ്കര സന്തോഷം തോന്നി. പെട്ടെന്ന് അവളൊരു കാര്യം ഓർത്തു. ഒരിക്കൽ കൂടി കൈജു നമ്പർ 8ൻ്റെ കൺട്രോൾ പോയാൽ തടയാൻ ഞാൻ ഇതിനേക്കാൾ പവർഫുൾ ആയിരിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടങ്ങാൻ തന്നെ അവൾ തീരുമാനിച്ചു. അപ്പോഴേക്കും ഈ ന്യൂസ് ടാച്ചിക്കാവ ബേസ് മൊത്തം സ്പ്രെഡായി കഴിഞ്ഞിരുന്നു. നമ്മുടെ ഹാരുവീച്ചി അപ്പോഴും അച്ഛനോട് സഹായം ചോദിക്കണോ വേണ്ടയോ എന്നോർത്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു. ആഷിറോയുടെ മെസ്സേജ് കണ്ടതോടെ അവൻ ഹാപ്പിയായി. ഈ സമയം ജിമ്മിൽ നമ്മുടെ ഈഹറു സന്തോഷം കൊണ്ട് കിടന്ന് അലറുകയായിരുന്നു. അവിടെയുള്ള എല്ലാവരുടെയും മുഖത്ത് ഈ ന്യൂസ് അറിഞ്ഞതിൻ്റെ സന്തോഷം കാണാനുണ്ട്. നമ്മുടെ ഇച്ചിക്കാവയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. എന്തായാലും ഇനി കാഫ്കയെ മീറ്റ് ചെയ്യുമ്പോൾ താൻ കുറേ കൂടി സ്ട്രോങ് ആയിരിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ ഈ ന്യൂസ് കേട്ട ഹോഷിനയ്ക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല. കൈജു നമ്പർ 8 എത്രമാത്രം നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്ന ഒരാളും അവനെ കൊല്ലാൻ നോക്കില്ല എന്ന് അവന് നല്ലപോലെ അറിയാമായിരുന്നു. എന്തായാലും ഇനിയങ്ങോട്ട് കാഫ്കയുടെ ലൈഫ് കുറേ കൂടി കടുപ്പമാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഫോഴ്സിലൊരു കൈജുവിനെ ചേർത്ത കാര്യം ജനങ്ങൾ അറിയാൻ പാടില്ല എന്ന് അവൻ തീരുമാനിച്ചു. ഈ സമയം അത്രയും ബോധം കെട്ട് ഉറങ്ങുകയായിരുന്ന കാഫ്ക പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ തൊട്ടടുത്ത് ഡയറക്ടർ ഷിനോമിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങേരെ കണ്ട കാഫ്ക ആകെ പേടിച്ചുപോയി. നേരത്തെ പുള്ളിയെ പഞ്ഞിക്കിട്ടത് ഓർത്ത് കുറ്റബോധം കൊണ്ട് അവൻ കരഞ്ഞുപോയി. ഞാൻ മനുഷ്യനാണെന്നും എന്നെ വിശ്വസിക്കണമെന്നും പറഞ്ഞ് കാഫ്ക അയാളോട് കെഞ്ചി. ഇതൊക്കെ കേട്ട മിസ്റ്റർ ഷിനോമിയ കാഫ്കയുടെ നെഞ്ചിലെ മുറിവിലേക്ക് ചൂണ്ടി. നീയൊരു കൈജുവാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മുറിപ്പാട്. ഒരു മനുഷ്യനും ഒരിക്കലും നെഞ്ച് തുളച്ചിട്ട് ഇങ്ങനെ ജീവനോടെ ഇരുന്നിട്ടില്ല. എന്തായാലും നിന്നെ ഞങ്ങൾ ഇപ്പോൾ കൊല്ലുന്നില്ല. നിന്നെപ്പോലെ കരുത്തനായ ഒരു കൈജുവിനെ ഡിഫൻസ് ഫോഴ്സിന് ആവശ്യമുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞുവെന്ന് നീ കരുതരുത്. ഞാനൊഴികെ കൗൺസിലിലെ എല്ലാവരും നിനക്കെതിരാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നീ നിൻ്റെ കഴിവ് തെളിയിച്ചേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് കാഫ്ക പറഞ്ഞു, നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദിയുണ്ട് സാർ. എന്നും നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കും. പക്ഷേ ഞാൻ വെറും ഒരു കൈജു മാത്രമല്ല. ഞാൻ ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ കാഫ്ക ഹീബിനോ കൂടിയാണ്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും കാഫ്കയുടെ ബോധം വീണ്ടും പോയി. അപ്പോഴും അവൻ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരും ആഷിറോ, ഞാൻ ഉടനെ തിരിച്ചു വരും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കാഫ്കയുടെ പഴയ മോൺസ്റ്റർ ക്ലീനർ കമ്പനിയിലെ സൂപ്പർവൈസർ ഇരുന്ന് ഓൺലൈൻ ചെസ്സ് കളിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യവും പുള്ളി തോറ്റുപോയി. കഴിഞ്ഞ ആഴ്ച ഗെയിമിൽ ജോയിൻ ചെയ്ത മിസ്റ്റർ നയൻ എന്ന പ്ലെയറാണ് പുള്ളിയെ തോൽപ്പിച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മിസ്റ്റർ നയൻ ഇപ്പോൾ ഫസ്റ്റ് റാങ്കിൽ എത്തിയിരിക്കുവാണ്. പേരറിയാത്ത ആ പ്ലെയറിൻ്റെ സ്കിൽ കണ്ട് എല്ലാവരും അമ്പരന്നു. ഇതേസമയം സിറ്റിയുടെ മറ്റൊരിടത്ത് കൈജു നമ്പർ 9 നിന്ന് ചെസ്സ് കളിക്കുവാണ്. അവനാണ് മിസ്റ്റർ നയൻ എന്ന പേരിൽ ചെസ്സ് കളിക്കുന്നത്. ചെസ്സ് കളിയിലൂടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മനുഷ്യരുടെ IQ സ്കില്ലിനെ അളക്കാൻ അവന് പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ മാരിടൈം ബേസിൻ്റെയും ടാച്ചിക്കാവ ബേസിൻ്റെയും മുഴുവൻ സിറ്റിയുടെയും ഒക്കെ മാപ്പ് നോട്ട് ചെയ്തുകൊണ്ട് അടുത്ത അറ്റാക്കിനുള്ള പ്ലാനിങ് നടത്തുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും കൈജു നമ്പർ 9 റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ അവൻ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കൈജു നമ്പർ 8ൻ്റെ മരണം.